إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, കഴിഞ്ഞ 3 ഖുത്ബകളിലായി മാതാപിതാക്കൾക്ക് ബിർറും ഇഹ്സാനും, പുണ്യവും നന്മയും ചെയ്യേണ്ടത് ഏതൊക്കെ രീതിയിലാണ് എന്നതും അതിന്റെ പ്രാധാന്യങ്ങളും നാം മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ മരിച്ചു കഴിഞ്ഞാലും അവരോട് നമുക്കുള്ള ചില കടമകളുണ്ട്, ചില സുന്നത്തായ കാര്യങ്ങളുണ്ട്, അനുവദനീയമായ കാര്യങ്ങളുമുണ്ട്. ഇങ്ങനെ 3 തരത്തിൽപ്പെട്ട കാര്യങ്ങൾ മരണശേഷവും മാതാപിതാക്കളോട് പുലർത്തേണ്ടതും പുലർത്താവുന്നതുമായ കാര്യങ്ങൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല, അവരുമായുള്ള ബന്ധവും അവരോടുള്ള കടമകളും മരണത്തോടുകൂടി മുറിഞ്ഞു പോകുന്നില്ല എന്നതാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടുന്ന കാര്യം. മരിച്ചുപോയ മാതാപിതാക്കളോട് മക്കൾ ചെയ്യേണ്ടുന്ന നിർബന്ധ ബാധ്യതകളുടെ കൂട്ടത്തിൽ ഖുർആൻ എണ്ണിപ്പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. സൂറത്തുൻ നിസായിലെ മരിച്ച ആളുകളുടെ സ്വത്തുകൾ ഓഹരി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് 11-12 വചനങ്ങളിൽ അതിന്റെ ഓഹരി വിഹിതങ്ങളൊക്കെ പറയുന്നതിനിടക്ക് 11ാമത്തെ ആയത്തിൽ 1 തവണയും 12ാമത്തെ ആയത്തിൽ 3 തവണയും 4 സ്ഥലത്ത് 2 ആയത്തിലായി 4 സ്ഥലത്ത് ഒരേ കാര്യം പദത്തിൽ വ്യത്യാസത്തോടുകൂടി ഒരേ ആശയം പറഞ്ഞത് കാണാം. അതായത് പുരുഷന്മാരുമായും സ്ത്രീകളുമായും അങ്ങനെ പല രീതിയിൽ ഖുർആൻ സൂചിപ്പിച്ചത് മിൻ ബഅദി വസിയ്യത്തിൻ യൂസി ബിഹ ഔ ദൈനിൻ. മരിച്ച ആളുടെ സ്വത്ത് ഓഹരി വെക്കേണ്ടത്, അയാൾ വല്ലതും വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ, അതായത് പുരുഷന്മാർ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾ, മരിച്ചു പോകുന്ന സ്ത്രീകൾ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, 4ാമത്തെ പ്രയോഗം വസിയത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ 4 രീതിയിൽ 2 ആയത്തുകളിലായി ഖുർആൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വസിയത്തുണ്ടെങ്കിൽ വസിയത്ത് മരിച്ച ആളുടെ സ്വത്തിൽ നിന്ന് ആ വസിയത്ത് നടപ്പിലാക്കണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സ്വത്തിനെ അനന്തരാവകാശികൾക്ക് അർഹതയുള്ളൂ, ഓഹരി വെക്കാവൂ എന്നതാണ് ഖുർആന്റെ തന്നെ കൽപ്പന. അപ്പൊ ഇതൊരു നിർബന്ധ ബാധ്യതയാണ്. മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച ആൾ, ഇത് മാതാപിതാക്കളാകട്ടെ ആരാകട്ടെ, ഈ നിയമം എല്ലാവരെ സംബന്ധിച്ചും ബാധകമാണ്. മരിച്ച ആളുകളുടെ മുഴുവൻ, ആര് മരിച്ചാലും അവരുടെ സ്വത്ത് വസിയത്തുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് നടപ്പിലാക്കാം, ഓഹരി വെക്കാൻ പാടുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് മാതാപിതാക്കൾ ആണല്ലോ സാധാരണഗതിയിൽ അങ്ങനെയുള്ള മരണങ്ങളാണ് കൂടുതൽ ഉണ്ടാവുക. ആ നിലക്ക് അവരെന്ന് സ്ത്രീകളും പുരുഷന്മാരെയും സംബന്ധിച്ച് ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വസിയത്ത് നടപ്പിലാക്കുക എന്നുള്ളത് അനന്തരാവകാശികൾ ആരാണോ അത് സ്വാഭാവികമായി മക്കളാണ് ഉണ്ടാവുക, അധികവും അവരുടെ ബാധ്യതയാണ്. അപ്പൊ വാപ്പന്റെ സ്വത്തൊക്കെ കൂടി അല്ലെങ്കിൽ ഉമ്മന്റെ സ്വത്ത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമുക്ക് വീതം വെച്ചെടുക്കാം എന്ന് വിചാരിക്കരുത്. അങ്ങനെയാണെങ്കിൽ അവരോട് ചെയ്യുന്ന അക്രമമാണ്, അവരുടെ വസിയത്ത് നടപ്പിലാക്കാതിരിക്കലാണ്. ഈ വസിയത്ത് എന്ന് പറയുന്നത് വേറൊരു വിഷയമാണ്, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വസിയത്ത് ചെയ്യാവുന്ന കൂടിയ പരിധി, ഒരാൾക്കുള്ള സ്വത്തിന്റെ 1/3 മാത്രമേ വസിയത്ത് ചെയ്യാവൂ. ഒരാൾക്ക് പൈസ കണക്കൂട്ട് ഒരു 10 ലക്ഷം റുപ്യ ഉണ്ട് എങ്കിൽ അതിന്റെ 3,33,000 റുപ്യ അത്രയും അയാൾക്ക് വസിയത്ത് ചെയ്യാം. ഇത് ഇന്ന ആൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് കൊടുക്കണം, ഇന്ന കുടുംബത്തിന് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന സംഗതിക്ക് ചെലവാക്കണം. അങ്ങനെ അനുവദനീയമായ വിഷയങ്ങളിൽ, പുണ്യകരമായ കാര്യങ്ങളിൽ ചെലവഴിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്യാം. അതിൽ കൂടുതൽ വസിയത്ത് ചെയ്യാൻ പാടില്ല. അതൊക്കെ വസിയത്ത് ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ സ്വന്തം ഇഷ്ടപ്പെട്ട ചില മക്കളുണ്ടാവും, ആണോ പെണ്ണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ. അങ്ങനെയുള്ള ആളുകൾക്ക്, അവർ അനന്തരാവകാശികൾപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടി വസിയത്ത് ചെയ്യാനും പാടില്ല. ഒരു ബാപ്പക്ക് മകനോട് വലിയ ഇഷ്ടമാണ്, ഒരു മകനോട് അല്ലെങ്കിൽ ഒരു മകളോട് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ മരിച്ചാൽ എല്ലാവർക്കും കിട്ടുന്നത് പോലെ ഓൾക്ക് കിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഇപ്പം തന്നെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് പാടില്ല. കൊടുക്കണമെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. ഇനി വസിയത്താണെങ്കിൽ അനന്തരാവകാശിക്ക് വസിയത്തേയില്ല. മരിച്ചാൽ അനന്തരം ലഭിക്കാവുന്ന അവകാശിക്ക് വേണ്ടി വസിയത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമല്ല. വസിയത്ത് ലി വാരിസിൻ, ഒരു അനന്തരാവകാശിക്ക് വേണ്ടിയും വസിയത്ത് ചെയ്തേക്കാമല്ല. അപ്പൊ ഈ ജാതി ബാപ്പന്റെയും ഇമ്മന്റെയും ചില ട്രിക്കുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബാപ്പനെ കൊണ്ടും അങ്ങനെ എഴുതിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകൾ ഉണ്ടായത്, അതൊക്കെ അന്യായമാണ്, അക്രമമാണ്. അപ്പൊ ശരിയായ രീതിയിൽ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കി
ബാക്കി സ്വത്തെ ഓഹരി വെക്കാവൂ എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാര്യമായി ഖുർആനിന്റെ കൽപ്പനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനോട് ചേർത്ത് പറഞ്ഞിട്ടുള്ളതാണ് രണ്ടാമത്തെ കാര്യം, മിൻ ബഅദി വസിയ്യത്തിൻ ഔ ദൈനിൻ. ഈ 4 സ്ഥലത്തും കടമിടപാടിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അനന്തരാവകാശ നിയമങ്ങളിൽ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് കാണാം. സ്വത്ത് ഓഹരി വെക്കണമെങ്കിൽ ആദ്യം വസിയത്ത് വീട്ടണം, പിന്നെ കടം വീട്ടണം. ഇത് രണ്ടും കടാണ്. എന്നിട്ട് വേറെ സ്വത്തൊന്നുമില്ല, ഇല്ലെങ്കിൽ അനന്തരാവകാശികൾക്ക് ഒന്നും ഉണ്ടാവില്ല. ഇത് രണ്ടും കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിലേ അനന്തരാവകാശികൾക്ക് അർഹതയുള്ളൂ. അപ്പോ മരിച്ച ആൾക്ക് വല്ല കടവുമുണ്ടെങ്കിൽ ആ കടം വീട്ടേണ്ടതും മരിച്ച ആളുടെ സ്വത്തിൽ നിന്നാണ്. ഇനി അയാൾക്ക് കടം വീട്ടാൻ അനന്തരാവകാശ സ്വത്തൊന്നുമില്ല എന്ന് വിചാരിക്കുക, കടമുണ്ട്, വീട്ടാൻ അയാളുടെ സ്വത്തുമില്ല, അല്ലെങ്കിൽ ഉള്ള സ്വത്ത് കൊണ്ട് വീട്ടിയാൽ തീരൂല, എങ്കിൽ അത് വീട്ടേണ്ട ബാധ്യത മക്കളുടെ ബാധ്യതയാണ്. ഇനി മക്കളില്ല വിചാരിക്കുക വീട്ടാൻ, മക്കളില്ലെങ്കിൽ അയാളുടെ സ്വത്തിന് ആരാണോ അർഹരാവുക ആ ആളുകളുടെ ബാധ്യതയാണ്. അപ്പൊ ഇങ്ങോട്ട് കിട്ടാൻ മാത്രമല്ല, അവകാശം പോലെ അങ്ങോട്ട് ബാധ്യതയുണ്ട്. ഇങ്ങോട്ട് കിട്ടാൻ അവകാശപ്പെട്ടവരുടെ ബാധ്യതയാണ് മരിച്ച ആളുടെ കടം വീട്ടുക എന്ന് പറയുന്നത്. ഇതൊക്കെ വേറെ വലിയ വലിയ വിഷയങ്ങളാണ്, അതിനൊരു വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ രണ്ടാമതായി മയ്യത്തിന്റെ കടം വീട്ടുക. അപ്പൊ സ്വാഭാവികമായും അത് മക്കളാണ്, അല്ലെങ്കിൽ അനന്തരാവകാശികളാണ്. അപ്പോ മക്കൾക്ക്, ഇനി മക്കൾ എന്ന് പറയുമ്പോ സ്വന്തം മക്കളോ മക്കളുടെ മക്കളോ, അത് ആൺകുട്ടികളോ പെൺകുട്ടികളോ അവരുടെ മക്കളോ ആർക്കും ഇത് ചെയ്യാം. ആർക്കാണോ ശേഷിയുള്ളത് അവർക്ക്, അനന്തരാവകാശി ഇല്ലെങ്കിൽ. അപ്പൊ ഈ 2 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടുന്ന കടമയായി ഖുർആൻ തന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഹദീസുകൾ പരിശോധിച്ചാൽ കടബാധ്യതയെ സംബന്ധിച്ച് നമുക്കറിയാം അത് എത്രത്തോളം ഗൗരവപ്പെട്ട വിഷയമാണ്. 1 ദീനാർ, 1 ദിർഹം എന്നാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 1 ഉറുപ്പികയാണെങ്കിൽ പോലും, അത് ഇതും പറഞ്ഞ മാതിരി വേറെ പറഞ്ഞു. ഞാൻ മുമ്പ് 2 ഖുത്ബ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഖുത്ബ നടത്തിയിട്ടുണ്ട്. സലഫികളാണ്, മുജാഹിദുകളാണ് എന്നൊക്കെ പറയും. പല വിഷയങ്ങൾക്ക് കടം വാങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോ ന്യായം ഏത് കടാണെങ്കിലും അത് വീട്ടപ്പെടണം. നബി പറയണ എന്താ, ഒരു സത്യവിശ്വാസിയുടെ കടം, അയാളുടെ ആത്മാവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയാളുടെ ശരീരം എന്ന് പറയുന്നത് അയാളുടെ കടവുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ കടം വീട്ടപ്പെടുന്നത് വരെ എത്ര കടണ്ടോ ആ കടം വീട്ടാതെ ഖബറിൽ തന്നെ അയാൾ രക്ഷപ്പെടുകയില്ല. വളരെ ഗൗരവപ്പെട്ട താക്കീതുകളും ശിക്ഷകളുമാണ് കടവുമായി ബന്ധപ്പെട്ട് ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുള്ളത്. ഒരൊറ്റ സംഭവം മാത്രം പറയാം. ഒരാൾ മരിച്ചു, ഇയാൾക്ക് കടമുണ്ടോ എന്ന് നബി ചോദിച്ചു. കടമുണ്ടെന്ന് പറഞ്ഞു. ആരാണ് ഏറ്റെടുക്കുക എന്നു ഒരാൾ ഏറ്റെടുത്തു. എത്രയാ? 1 ദിർഹം അല്ലെങ്കിൽ 2 ദിർഹം, അത്രയുള്ള ചെറിയൊരു പൈസ. പിറ്റേ ദിവസവും അയാളെ കണ്ടുമുട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്ത ആളോട് ചോദിച്ചു, കടം വീട്ടിയോ? ഇല്ല എന്ന് പറഞ്ഞു. അയാളെ ഏറ്റെടുത്തു, വീട്ടിയിട്ടില്ല. അപ്പൊ നബി ആ കടത്തെക്കുറിച്ച്, ഈ കടം വീടാതെ ഈ പറഞ്ഞ അയാളുടെ ബാധ്യത, ആ ബന്ധനം മാറുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയത് കാണാൻ പറ്റും. അപ്പോ വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് ഇത് എന്ന് ഖുർആൻ കൊണ്ടും ഹദീദ് കൊണ്ടും മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട്, ഒരു സ്ത്രീ വന്ന് നബിയോട് ചോദിക്കുകയാണ്, അല്ലയോ പ്രവാചകരെ, എന്റെ ഉമ്മ മരിച്ചുപോയി, ഉമ്മക്ക് നേർച്ച നോമ്പുണ്ട്. നേർച്ച നോമ്പ് ഫർള് നോമ്പല്ല. ഫർള് നോമ്പ് ബാധ്യതയുള്ള ഒരാൾ മരിച്ചാൽ ബന്ധുക്കളായ ആളുകളെ നോറ്റുവിട്ടേണ്ടതുണ്ടോ അല്ലേ, അതിലേതാണ് ശരിയെന്നുള്ളത് മുമ്പ് നോമ്പുമായി ബന്ധപ്പെട്ട ഒരു ഖുത്ബയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇത് നേർച്ചയാക്കിയ നോമ്പാണ്. ഞാൻ ആ നോമ്പ്, മരിച്ച എന്റെ ഉമ്മയുടെ നേർച്ച നോമ്പ് കടമുള്ളത്, കാരണം നേർച്ചയാക്കിയ ഫർളായി, അത് ഞാൻ നോറ്റുവിട്ടട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ ഉമ്മക്കൊരു കടമുണ്ട്, എങ്കിൽ നീ അത് വീട്ടുമോ? വീട്ടിയാൽ, ആ കടം നീ വീട്ടിയാൽ ഉമ്മയിൽ നിന്ന് അത് വീട്ടപ്പെടുമോ? ആ ബാധ്യത ഒഴിവാകുമോ എന്ന് നബി ചോദിച്ചു. അതെ, പൈസ ആണെങ്കിൽ. അപ്പോ അതെ എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു, വസൂമി അൻ ഉമ്മിക്, എങ്കിൽ നിന്റെ ഉമ്മക്ക് വേണ്ടി നീ നോമ്പ് നോറ്റ് വീട്ടുക. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. 2 അഭിപ്രായങ്ങളിൽ തെളിവുമായി ഏറ്റവും അടുത്തു വരുന്ന പ്രബലമായ അഭിപ്രായം റമദാൻ നോമ്പിനെ കുറിച്ചല്ല. ഇതേപോലെ വേറെ ഹദീസുകളുണ്ട്. നേർച്ച നോമ്പ് ബന്ധുക്കൾ നോറ്റുകൂട്ടണം. അതിനും ആളില്ലെങ്കിലാണ് പിന്നെ മുദ്ദു കൊടുക്കേണ്ടത്. റമദാൻ നോമ്പിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതിലേറ്റവും ശരി നോറ്റ് വീട്ടുകയല്ല, മുദ്ദു കൊടുത്താൽ മതി എന്നതാണ്. പിന്നെ അപ്പൊ ഇവിടെ നോമ്പെന്താ? നോമ്പ് അള്ളാഹ്ക്കുള്ള കടാണ്, ജനങ്ങൾക്കുള്ള കടല്ല. അതും വീട്ടണം. അതാണ് ഈ ഹദീസിൽ മനസ്സിലാകുന്നത്. ഖുർആന്റെ ആയത്തില് സാമ്പത്തികമായ കടങ്ങളെ കുറിച്ചാണ്. ഇനി ഒരു സംഭവം, ഉഹദ് യുദ്ധത്തിന്റെ തലേ ദിവസം രാത്രി ഉഹദ് യുദ്ധത്തിന് വേണ്ടി ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അന്ന് ഇത് മുമ്പ് കേട്ടിട്ടുണ്ടാവും. പിന്നെ ജാബിർ ബിൻ അബ്ദില്ല, അതായത് അബ്ദുള്ള, അദ്ദേഹം തന്റെ മകൻ ജാബിറിനെ വിളിച്ചിട്ട് തലേന്ന് രാത്രി പറയാൻ, മകനെ, നാളെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ആദ്യം രക്തസാക്ഷിയാവോ കൊല്ലപ്പെടുക ഞാനാണ് എന്ന് എന്നെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ കൊല്ലപ്പെട്ടാൽ എനിക്ക് ഈ ദുനിയാവിൽ വിട്ടേച്ചു പോകുന്നതിൽ ഏറ്റവും പ്രിയപ്പെട്ടത്
നീയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബിയെ വിട്ടുപോകുന്നതിലാണ് എനിക്ക് വളരെ വിഷമമുള്ളത്, പിന്നെ നീയും. ഇതല്ലാതെ മരിക്കുന്നതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. പക്ഷേ ഞാൻ മരിച്ചാൽ നീ എന്ത് ചെയ്യണം? ഫഇന്ന അലയ്യ ദൈനൻ ഫഖ്ലി, എനിക്ക് കടങ്ങളുണ്ട്, ആ കടം നീ വീട്ടണം. വസ്തൗസി ബി അഖ്വാതിക ഖൈറ, ഞാൻ പറയുന്ന ഉപദേശങ്ങൾ നല്ല നിലക്ക് നിന്റെ സഹോദരിമാരോട് നീ നടപ്പിലാക്കണം. ചരിത്രങ്ങളിലും മറ്റ് വിശദീകരണങ്ങളൊക്കെ കാണാം, ഈ അബ്ദുള്ളക്ക് ഒരാൺകുട്ടിയും 9 പെൺമക്കളുണ്ടായിരുന്നു. അതിൽ പ്രായം കുറഞ്ഞ ആളാണ് ജാബിർ. ഈ ജാബിറിന്റെ 9 പെൺകുട്ടികൾ. അപ്പൊ പിന്നെ ഈ കടബാധ്യത ആരെ ഏൽപ്പിന്റെ? ആൺകുട്ടിനോടാണ് വാപ്പ ഏൽപ്പിക്കുന്നത്. എന്നിട്ട് ഈ 9 സഹോദരിമാരെ പോറ്റണം, ഈ കടവും വീട്ടണം. ഇതൊക്കെ കടം വീട്ടി, അതൊക്കെ വേറെ ഹദീസുകളുണ്ട്. എന്നിട്ട് പറയാൻ പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, എന്റെ ബാപ്പ പറഞ്ഞതുപോലെ ആദ്യം രക്തസാക്ഷിയായത് എന്റെ ബാപ്പയായിരുന്നു. ഹദീസാണ്. ഈ സംഭവത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാപ്പന്റെ വസിയത്താണ്. കടണ്ട്, നാളെ യുദ്ധം നടക്കാൻ പോവാണ്, ഞാൻ മരിക്കുമെന്ന് എന്നെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു. മോനോടുള്ള വസിയത്ത് എന്താ? എന്റെ പെങ്ങന്മാരെ നല്ലോണം നോക്കണം, എന്റെ കടം വീടണം. അപ്പോ ഇവിടെ എന്തുകൊണ്ടാ മകൻ ജാബിറിനെ ബാപ്പ ഈ വസിയത്ത് നൽകിയത്? മക്കളാണ് ബാപ്പന്റെയും ഉമ്മന്റെയും കടം വീട്ടാൻ ഏറ്റവും ബാധ്യസ്ഥർ. വീട്ടാനുള്ള പൈസ ബാപ്പന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, പിന്നെ സംഘടിപ്പിക്കുക ചെയ്തത്. അപ്പോ ഈ 2 കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം നേർച്ച നടപ്പിലാക്കുക എന്നതാണ്. നേരത്തെ നേർച്ച നോമ്പിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇതല്ലാതെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ, ഇപ്പോ ഭക്ഷണം കൊടുക്കാന്നോ, വസ്ത്രം വാങ്ങി കൊടുക്കാന്നോ, വീടുണ്ടാക്കി കൊടുക്കാന്നോ, അങ്ങനെ എന്തെങ്കിലും, ഇനി നോമ്പ് നോൽക്കാമെന്നോ, ഇങ്ങനെ എന്തെങ്കിലും ഹജ്ജ് ചെയ്യണം എന്നോ, ഹജ്ജ് നിർബന്ധ ഹജ്ജല്ല, ഒരു നേർച്ചയാക്കി വാപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ ഒരു ഉംറ ചെയ്യണമെന്ന് നേർച്ചയാക്കി. നേരത്തെ സ്വന്തമായി ഹജ്ജോ ഉംറയോ ചെയ്തവർക്ക് പിന്നെ നേർച്ചയാക്കാൻ പറ്റുള്ളൂ. കാരണം സ്വന്തമുള്ള ബാധ്യത വീട്ടിയിട്ടാണല്ലോ പിന്നെ നേർച്ച ഉണ്ടായാലും. അപ്പൊ അങ്ങനെ വല്ല നേർച്ചയും മാതാപിതാക്കൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് വീട്ടേണ്ടത് മക്കളുടെ ബാധ്യതയാണ്. കാരണം അവരെ കടമയാണ്. ഈ നേർച്ച എന്ന് പറയുമ്പോൾ പകരം ചെയ്യാവുന്ന വിഷയങ്ങൾ മാത്രം. നോമ്പ് പറ്റും, ഹജ്ജ് പറ്റും, ഉംറ പറ്റും, പക്ഷേ നിസ്കാരം പറ്റൂല. വാപ്പക്ക് കുറെ നിസ്കാരം കടണ്ട് മോനെ, അല്ലെങ്കിൽ അത് ഇങ്ങനെ നിസ്കരിച്ചാളാ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിസ്കാരമല്ല. കാരണം അത് പകരം ചെയ്യാവുന്ന ഒരു വിഷയമല്ല. അപ്പൊ വസിയത്ത്, കടം, നേർച്ച. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് ഒരാൾ, അതായത് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇമാം ബുഖാരി ഉദ്ധരിച്ച് കാണാം. എന്റെ ഉമ്മ മരിച്ചു, എന്റെ ഉമ്മക്ക് നേർച്ച ഉണ്ടായിരുന്നു, ആ നേർച്ച വീട്ടാൻ കഴിയാതെയാണ് മരിച്ചുപോയത്. അപ്പൊ നബി പറഞ്ഞു, ഇഖ്ലിഹി അൻഹാ, ഉമ്മക്ക് വേണ്ടി ആ നേർച്ച നീ വീട്ടണം. അപ്പൊ എന്താ? നേർച്ച നിർബന്ധമായി നടപ്പിലാക്കേണ്ട കാര്യമാണ്, ഫർളായ കാര്യമാണ്. നേർച്ചയാക്കാന്ന് പറഞ്ഞാൽ സുന്നത്തായ ഒരു കാര്യം സ്വയം ബാധ്യതയാക്കലാണ്. അപ്പൊ അതുകൊണ്ട് ഉമ്മയുടെ നേർച്ച നീ വീട്ടണം എന്ന് സഅദ് ഇബ്നു ഉബാദയുടെ ചോദ്യത്തിന് നബി മറുപടി നൽകി. ഇബ്നു അബ്ബാസിൽ ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഒരാൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, എന്റെ ഉമ്മ മരിച്ചു, ഉമ്മക്ക് 1 മാസത്തെ നോമ്പുണ്ടായിരുന്നു, ഞാൻ ആ നോമ്പ് വീട്ടട്ടെയോ? ഇവിടെ 1 മാസത്തെ നോമ്പ് എന്നാ പറയുന്നത്. ഈ ഹദീസിന് അങ്ങനെ തന്നെ വിശദീകരിച്ചുകൊണ്ടാണ് ചില സലഫി പണ്ഡിതന്മാർ പോലും റമളാൻ മാസത്തിലെ നോമ്പും വീട്ടാം എന്ന് പറയുന്നത്. ഈ പറയുന്നത് നേർച്ച നോമ്പാണ് എന്ന് ഇബ്നു അബ്ബാസ് തന്നെ, ഇതേ ഹദീസ് ഉദ്ധരിച്ച ഇബ്നു അബ്ബാസും ഇതേ ഹദീസ് ഉദ്ധരിച്ച ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും നബിയുടെ ശേഷം അവരോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർ നൽകിയിട്ടുള്ള മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫർള് നോമ്പിനെ കുറിച്ചല്ല, ഈ പറഞ്ഞത് നേർച്ച നോമ്പാണ്. അപ്പൊ 2 ഹദീസുകളിൽ 2 ആളുടെ ചോദ്യത്തിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് നേർച്ച നോമ്പിന് നോറ്റുവീട്ടണം എന്നതാണ്. ഇതിനു പുറമെ ബുഖാരി ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ ഒരു സ്ത്രീ വന്നുകൊണ്ട് നബിയോട് ചോദിച്ചു ഇതേ ചോദ്യം. ഇങ്ങനെ 2-3 ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ നേർച്ചകൾ അത് നോറ്റുവീട്ടേണ്ടതാണ്. വേറെയും ഹദീസുകൾ ആ വിഷയത്തിൽ ആവർത്തിക്കുന്നില്ല. 4-മത്തെ കാര്യം, മരിച്ചുപോയ ആളുകൾ നിർബന്ധമായി വീട്ടേണ്ടിയിരുന്ന വല്ല ബാധ്യതകളും ഉണ്ടെങ്കിൽ, ഇപ്പൊ സാമ്പത്തിക ബാധ്യതകൾ, സക്കാത്ത് കൊടുക്കുന്ന ആളാണ്, കൊടുത്തിട്ടില്ല, അതിന്റെ സമയമായി, കൊടുക്കാനായി, കൊടുക്കുന്നതിന് മുമ്പ് വാപ്പ മരിച്ചുപോയി എങ്കിൽ അത് ബാപ്പന്റെ സ്വത്തിൽ ഉള്ള നിർബന്ധ ബാധ്യതയാണ്, അത് വീട്ടണം. ബാപ്പയോ അമ്മയോ സത്യം ചെയ്തിരുന്നു, സത്യലംഘനം നടത്തി, അപ്പൊ അതിന് കഫാറത്ത്, പ്രായശ്ചിത്തമുണ്ട്, ആ പ്രായശ്ചിത്തം മക്കൾ കൊടുക്കണം. അല്ലെങ്കിൽ ഒരാളെ അബദ്ധത്തിൽ കൊന്നുപോയിരുന്നു, മനഃപൂർവ്വം കൊന്നതല്ല, അബദ്ധത്തിൽ കൊന്നിരുന്നു, ആ കൊന്നിട്ടുണ്ടെങ്കിൽ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് ദിയത്ത്, പിന്നെ ബ്ലഡ് മണി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന രക്തമൂല്യം എന്ന് മലയാളത്തിൽ പറയുന്ന കൊല്ലപ്പെട്ടവന്റെ ജീവനുള്ള പിന്നെ നഷ്ടപരിഹാരം, ആ ദിയത്ത് നൽകണം. അപ്പൊ ഇത് ബാപ്പ കൊടുത്തിട്ടില്ല, അദ്ദേഹം മരിച്ചുപോയി, പക്ഷെ അത് മക്കൾ കൊടുത്തൊക്കെ സാമ്പത്തികമായ ബാധ്യതകളാണ്. ഇതൊക്കെ കൊടുത്തു വിട്ടേണ്ടതാണ്. അപ്പൊ നിർബന്ധ ബാധ്യതകൾ എന്ന് പറയുമ്പോൾ ഇതും ഇതുപോലുള്ള കാര്യങ്ങളുമൊക്കെ അതിൽ ഉൾപ്പെടും എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. നബിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ച ഒരു ചോദ്യത്തിന് നേരത്തെ പറഞ്ഞ ഹദീസിലും അതല്ലാത്ത ചില ഹദീസുകളിലും കടമുണ്ടെങ്കിൽ നീ വീട്ടുകയില്ലേ
വീട്ടേണ്ടതല്ലേ എന്ന് നബി ചോദിക്കുന്നുണ്ട്. അപ്പൊ നേർച്ച നോമ്പ് പോലെ തന്നെയാണ് ഈ സാമ്പത്തികമായ ബാധ്യതകളും. അതും വീട്ടപ്പെടേണ്ടതാണ്. വീട്ടേണ്ടത് മക്കളുടെ അല്ലെങ്കിൽ അനന്തരാവകാശികളുടെ ബാധ്യതയാണ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ നിർബന്ധമായും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് മക്കൾ നടപ്പിലാക്കേണ്ട, മരണശേഷവും ചെയ്യേണ്ട ബാധ്യതകളാണ് എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. 5ാമത്തെ കാര്യം, നേരത്തെ നമ്മള് ഇബ്നു ഉമറിൽ നിന്നും മറ്റും ചില പാപ്പയുടെ സുഹൃത്തുക്കളുമായി ബന്ധം പുതുക്കിയതും ഒരു അറാബിയെ വഴിയിൽ വെച്ച് കണ്ടപ്പോ കഴുതപ്പുറത്ത് കയറ്റി തന്റെ തലയിലുള്ള തലപ്പാവ് കഴിച്ചു കൊടുത്ത സംഭവമൊക്കെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഖുത്ബയിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരാൾ മരിച്ചുപോയി, അല്ലെങ്കിൽ ബാപ്പയമ്മയും മരിച്ചുപോയി, അവരോടുള്ള ബന്ധം ഇനി മരണത്തിന് ശേഷം പുലർത്താൻ കഴിയില്ല. പക്ഷെ ആ സ്ഥാനത്ത് ചെയ്യാവുന്ന കാര്യം ആ മരിച്ചുപോയ മാതാപിതാക്കളുടെ സഹോദരന്മാരോട് ബന്ധം നിലനിർത്തുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ അൻ യസില അബാഹു ഫീ ഖബരിഹി, ഒരാൾ തന്റെ ബാപ്പയോടുള്ള രക്തബന്ധം ബാപ്പ മരിച്ച് ഖബറിലായതിന് ശേഷവും പുലർത്താൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫൽ യസിൽ ഇഖ്വാന അബീഹി ബഅദഹു, ബാപ്പയുടെ മരണശേഷം ബാപ്പയുടെ സഹോദരന്മാരോടുള്ള ബന്ധം നിലനിർത്തട്ടെ എന്ന്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയ കാര്യം നേരെ സഹോദരനല്ല. അതായത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് മദീനയിൽ വന്നു. മദീനയിൽ വന്നപ്പോ അബൂബുർദയെ കാണാൻ ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഞാൻ എന്റെ അടുക്കൽ എന്തിനാണ് വന്നത് എന്ന് അബൂബുർദയെ നിനക്കറിയുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് വന്നത്? അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാൻ, എന്റെ ഈ ഹദീസ്, നേരത്തെ ഓതിയ ഹദീസ്, ബാപ്പയോട്, എന്റെ ബാപ്പ ഉമറിനോടുള്ള ബന്ധം ചേർക്കാൻ, ബാപ്പ മരിച്ചുപോയി, ബാപ്പനോടുള്ള ബന്ധം ചേർക്കാൻ ബാപ്പന്റെ ഇഖ്വാൻ സഹോദരന്മാരോട് ബന്ധം ചേർക്കണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ ബാപ്പ ഉമറിനും നിന്റെ ബാപ്പ അബൂബുർദയുടെ ബാപ്പയും തമ്മിൽ സാഹോദര്യവും പിന്നെ സ്നേഹവും ഉണ്ടായിരുന്നു. സാഹോദര്യം എന്നാൽ മുലകുടി ബന്ധത്തിലോ അല്ലാതെയുള്ള സാഹോദര്യ ബന്ധമാണ്, അതുണ്ടായിരുന്നു. ആ ബന്ധം നിലനിർത്താനാണ് ഞാൻ നിന്റെ അടുക്കൽ വന്നത്. എന്റെ ബാപ്പന്റെ സഹോദരന്റെ മകനായ നിന്റെ അടുക്കൽ വന്നത്. അതുകൊണ്ട് നീയുമായുള്ള ബന്ധം ചേർക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയും. അപ്പൊ ഇതിനോട് ചേർത്ത് നേരത്തെ മുമ്പത്തെ ഖുത്ബയിൽ പറഞ്ഞ അറാബിയുടെ സംഭവങ്ങളും. അപ്പൊ ഇവിടെ സഹോദരൻ എന്ന് പറയുമ്പോ ബാപ്പ മരിച്ചാൽ എളാപ്പ, മൂത്താപ്പ, അല്ലെങ്കിൽ അതുപോലെ സഹോദരന്മാരായി വരുന്ന ആളുകൾ, ബാപ്പ ഇമ്മയത്തെ സഹോദരൻ ഉണ്ടാകാം, ബാപ്പത്തെ സഹോദരൻ ഉണ്ടാകാം, ഉമ്മത്തെ സഹോദരന്മാരുടെ 3 നിലക്കും ഈ ബന്ധങ്ങൾ ഉണ്ടാകാം. അതുപോലെ ഉമ്മ മരിച്ചുപോയി, ഉമ്മ മരിച്ചാൽ ഉമ്മന്റെ ആങ്ങളമാർ, അമ്മാവന്മാർ, ഉമ്മന്റെ ജ്യേഷ്ഠാനിയത്തിമാർ, ഇളയമ്മ, മൂത്തമ്മമാർ, ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുക എന്ന് പറയുന്നത് അവരോടുള്ള മരണശേഷമുള്ള രക്തബന്ധം നിലനിർത്തലാകുന്നു എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ അറാബിന്റെ സംഭവത്തിൽ നിന്നും എന്റെ ബാപ്പയുടെ സഹോദരനായിരുന്നു നിങ്ങളുടെ ബാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അറാബിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആദരിക്കുകയും തൊപ്പിയഴിച്ച് അദ്ദേഹത്തിന് നൽകുകയും ഒക്കെ ചെയ്ത മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന ഭാര്യയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടതിന് ശേഷവും പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം, എനിക്ക് ഏറ്റവും അധികം ഗൈറത്ത്, അതായത് നമ്മൾ പറയുന്ന ഒരു തരം ഈറ എന്നാണ്, മനസ്സിലുണ്ടാകുന്ന ഒരു തരം ഒരു വികാരമുണ്ടല്ലോ, ആ ഗൈറത്ത് എനിക്ക് നബിയുടെ ഭാര്യമാരിൽ തോന്നിയത് ആരോട് മാത്രം? ഖദീജയോട് മാത്രം. ഖദീജ ആകട്ടെ നേരത്തെ മരിച്ചുപോയിട്ടുണ്ട്, ഞാൻ ഖദീജയെ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ ഞാൻ കാണാതെ തന്നെ അതിന്റെ മുമ്പ് നബി കല്യാണം കഴിച്ച് മരിച്ചുപോയ ഖദീജയോട് പരസ്പരം ഒന്നിലധികം ഭാര്യമാരുണ്ടായാൽ പരസ്പരം ഉണ്ടാകുന്ന ഒരു പോരുണ്ട്, ചക്കുളത്തിപ്പൂര് എന്ന് പറയുന്ന പോര്. ആ ചക്കുളത്തി കണ്ടിട്ടില്ലെങ്കിൽ പോലും ഖദീജയോട് എനിക്കുണ്ടായിരുന്നു. എന്താ കാര്യം? പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയെ പുകഴ്ത്തി പറയും മരണപ്പെട്ടതിന് ശേഷവും. അങ്ങനെ ഒരിക്കൽ എനിക്ക് നബിയോട് ഈ വിഷയത്തിൽ ഈ ഒരു ഗൈറത്തുണ്ടായി, നബിയോട് എനിക്ക് വെറുപ്പുണ്ടായി. എന്താ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ അറുക്കുമ്പോഴെല്ലാം ഖദീജ റളിയല്ലാഹു അൻഹയുടെ തന്റെ ഭാര്യയുടെ സുഹൃത്തുക്കൾക്ക് മാംസം കൊടുത്തയക്കും. നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ ഇത് നബിദിനത്തിന് തെളിവാക്കി, ഇത് നബിദിനായിട്ട് ബന്ധപ്പെട്ടതല്ല, ഖദീജ ബീവിയുടെ ജന്മദിനമല്ല, നബിന്റെ ജന്മദിനമല്ല. എപ്പ അറുത്താലും അതാണ്, അറുത്താൽ അതിൽ നിന്നൊരു വിഹിതം സഹോദരിമാർക്ക്, സുഹൃത്തുക്കൾക്ക് കൊടുത്തയക്കുമായിരുന്നു. അപ്പോ മരിച്ചുപോയ ഖദീജയുടെ സുഹൃത്തുക്കൾക്ക് എന്തിനാണ് ഈ ആടിനെ കൊടുക്കുന്നത്? അപ്പൊ നബിക്കുള്ള സ്നേഹമാണ്. അപ്പൊ അതിന് എനിക്ക് നബിയോടൊരു വെറുപ്പുണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, ഇന്നി ഖദ് റുസിഖ്തു ഹുബ്ബഹാ, അവളുടെ ഹുബ്ബ്, സ്നേഹം ആയിഷ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സ്നേഹമാണ് നബിയെ, സ്നേഹം കൊണ്ടാണ് ഖദീജ നബിയെ ആ വിഷമത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ സംരക്ഷിച്ചത്. വേറെ ഹദീസിൽ നബി അങ്ങനെ ആടിനെ അറുത്താൽ യതതബ്ബഉ ബിഹാ സദാഇഖ ഖദീജ, ആടിനെ അറുത്താൽ ഖദീജയുടെ സ്നേഹിതകളെ തെരഞ്ഞന്വേഷിക്കുകയും എന്നിട്ട് ഫയുഹ്ദിഹാ ലഹുന്ന, ആ ആടിനെ അവർക്ക് ദാനമായി നൽകുകയും ചെയ്യുമായിരുന്നു എന്നതാണ്.
മറ്റൊരു കാര്യം മരിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി സദക്ക ചെയ്യുക എന്നതാണ്. ഒന്നും കൂടുതൽ വിശദീകരിക്കില്ല. സഅദ് ഇബ്നു ഉബാദ നബിന്റെ അടുക്കൽ വന്ന് ചോദിക്കാൻ, ഞാൻ നാട്ടിലില്ലാത്തപ്പോൾ എന്റെ ഉമ്മ മരിച്ചുപോയി, അന്ന് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഈ മരിച്ച ഉമ്മക്ക് വേണ്ടി ഞാൻ സദക്ക ചെയ്താൽ, അതായത് എന്തെങ്കിലും സദക്ക ചെയ്യുക, അതിന്റെ കൂലി എന്റെ ഉമ്മക്ക് കിട്ടട്ടെ, ഉമ്മയുടെ പേരിൽ എന്നുള്ള നിലക്ക് സദക്ക ചെയ്താൽ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന സദക്ക കൊണ്ട് ഉമ്മക്ക് വല്ല ഉപകാരവും കിട്ടുമോ? നബിന്റെ മറുപടി നാം, അതെ. എന്നിട്ട് അദ്ദേഹം നബിയെ സാക്ഷിയാക്കി പറഞ്ഞു, ഇതാ എന്റെ ഈ മിഹ്റാഫ് എന്ന് പറഞ്ഞാൽ ഫലം കായ്ച്ചു നിൽക്കുന്ന ഈ കായ്കനികളുള്ള ഈ തോട്ടം എന്റെ ഉമ്മയുടെ പേരിൽ ഞാൻ സദക്ക ചെയ്തിരിക്കുന്നു നബിയെ, നിങ്ങൾ അതിന് സാക്ഷിയാണ് എന്ന് പറയുകയും മരിച്ച ഉമ്മക്ക് വേണ്ടി കായ്കനികളുള്ള തോട്ടം മകൻ സഅദ് ദാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് കാണാം. പിന്നെ ഇമാം ബുഖാരി തന്നെ ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഒരാൾ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി. ഉഫ്തുലിത്തത് നഫ്സുഹ. ഉഫ്തുലിത്തനാൽ പെട്ടെന്ന് റൂഹ് നഷ്ടപ്പെടുക, പെട്ടെന്നുള്ള മരണം. സംസാരിക്കാൻ ഉമ്മക്ക് പറ്റിയില്ല, അങ്ങനെ പെട്ടെന്നുള്ള മരണമായിരുന്നു. എന്റെ ഉമ്മക്കെങ്ങാനും സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ സദക്ക ചെയ്യുമായിരുന്നു, ഇന്നത് ധർമ്മം ചെയ്യണം എന്ന് പറയുമായിരുന്നു. പക്ഷെ അതിനൊന്നും ഉമ്മക്ക് സമയം ഉണ്ടായില്ല, അങ്ങനെ പെട്ടെന്നുള്ള ഒരു മരണം സംഭവിച്ചു. അതുകൊണ്ട് ഞാൻ ഉമ്മക്ക് വേണ്ടി സദക്ക ചെയ്താൽ ഉമ്മക്ക് അതുകൊണ്ട് കൂലി കിട്ടുമോ? നബി പറഞ്ഞു, അതെ, കൂലി കിട്ടും, നിനക്കും കൂലി ഉണ്ടാവും. ഉമ്മക്ക് വേണ്ടി സദക്ക ചെയ്തതിന് ഉമ്മക്കും അതിന്റെ കൂലി കിട്ടും. അത് വേറെ ഹദീസിൽ കാണാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടിയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ഒരു സ്ത്രീ വന്നുകൊണ്ട് ചോദിച്ചു, എന്റെ ഉമ്മക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഞാനൊരു അടിമ സ്ത്രീയെ ദാനമായി ഞാൻ ഉമ്മക്ക് കൊടുത്തിരുന്നു. ആർക്കാ കൊടുത്ത്? ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മ കൊടുക്കണം, ഉമ്മ മരിച്ചപ്പല്ല. പിന്നെ ഉമ്മ മരിച്ചുപോയി, അപ്പൊ ഞാൻ കൊടുത്തതിന് കൂലി കിട്ടുമോ എന്ന് നബി ഈ ആള് ചോദിച്ചു. നബി പറഞ്ഞു, അതെ, നിനക്ക് കൂലിയും കിട്ടി. റദ്ദഹ അലൈക്കി അൽ മീറാത്ത്. അപ്പൊ ഈ സ്ത്രീയോട് പറയാൻ, നിനക്ക് കൊടുത്തതിന് കൂലി കിട്ടി. ഉമ്മ മരിച്ചപ്പോ ഉമ്മക്ക് കൊടുത്ത ഈ അടിമ സ്ത്രീ അനന്തരാവകാശമായി മകൾക്ക് തന്നെ കിട്ടി. അപ്പൊ നിനക്ക് കൂലിയും കിട്ടി, ഈ സ്വത്ത്, നീ കൊടുത്ത സ്വത്ത് നിനക്ക് തന്നെ അനന്തരാവകാശമായി അള്ളാഹു തിരിച്ചു തരുകയും ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്താൽ പോലും, അനന്തര സ്വത്തായിട്ട് നമുക്ക് കിട്ടിയാൽ പോലും മാതാപിതാക്കൾക്ക് കൊടുത്തതിന് കൂലിയുണ്ട് എന്നാണ് ഈ ഹദീസുകളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോ ഇത് ചിലപ്പോ നമ്മുടെ സലഫികളായ അല്ലെങ്കിൽ കേരളത്തിലെ മുജാഹിദുകളായ ആളുകൾക്ക് ചിലപ്പോൾ അത്ഭുതം ഉണ്ടാവും. കാരണം എന്താ, മരിച്ചാ പിന്നെ ഒന്നും പാടില്ല എന്ന നിലക്ക് മനസ്സിലാക്കി വെച്ച ആൾക്കാരുണ്ട്. അത് ഈ മരിച്ചിട്ട് 3 കഴിക്കുക, 15, 40, 90 ആണ്ട് ഇങ്ങനെയുള്ള നേർച്ച പരിപാടികൾ ചാവടിയന്തരം എന്നതിന് പറയുക തന്നെ. അത് നടത്തി ശീലിച്ച ഖുറാഫാത്ത് വിട്ടുപോന്ന ഇതിനെയൊക്കെ എതിർത്ത മുജാഹിദുകളായ ആളുകൾക്ക് ഇനി മരിച്ചവർക്ക് വേണ്ടി വല്ലതും കൊടുക്കാൻ പറ്റുമോ എന്ന് സംശയം ഉണ്ടാവും. അതൊന്നുമില്ലല്ലോ ചോദിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതിന് വല്ല തെളിവുണ്ടോ എന്ന് കുത്തുപോകുന്ന ആൾക്കാർ വരെ ചോദിക്കും. അതിനെന്താ തെളിവുണ്ട്. അപ്പോ ഇത് ചാവടിയന്തരവും കണ്ണോക്കുമല്ല, പ്രത്യേകമായ സമയമോ ദിവസങ്ങളോ നിശ്ചയിച്ച് ഉള്ള പരിപാടികളല്ല. മറിച്ച് മക്കൾ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി അവർക്ക് കൂലി കിട്ടാനായി ഈ പറഞ്ഞതുപോലെ വഖഫോ അല്ലെങ്കിൽ അല്ലാത്ത സദക്കയോ എന്താണോ അവർക്ക് സാധിക്കുന്നത്, ഭക്ഷണമായാലും വസ്ത്രമായാലും, ഇനി തോട്ടം കൊടുത്താലും ഏക്കർ കണക്കിന് കൊടുത്താലും 1-2 സെന്റ് കൊടുത്താലും അതിന്റെ പ്രതിഫലം കൊടുത്ത മക്കൾക്കും കിട്ടും, മാതാപിതാക്കൾക്കും കിട്ടും എന്നതാണ് ഈ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതും ചെയ്യാവുന്നതാണ്. ഇപ്പൊ അറബികളിലൊക്കെ എത്രയോ ആളുകൾ നമുക്ക് കാണാം കിണറ് കുഴിച്ചു കൊടുക്കുന്നത്, വീടുണ്ടാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ കുടിവെള്ളം കൂളർ വെച്ചിട്ട് കുടിവെള്ളം ആളുകൾക്ക്, വഴിയാത്രക്കാർക്ക് പിന്നെ കുടിക്കാൻ വേണ്ടി അതിന്റെ മുകളിലൊക്കെ ചിലപ്പോ അതിന്റെ മുകളിൽ ഇങ്ങനെ പേരെത്തിയിട്ടുണ്ടാവും, എന്റെ പാപ്പക്ക് വേണ്ടി അല്ലെങ്കിൽ എന്റെ ഉമ്മക്ക് വേണ്ടി. അതുപോലെ സ്വത്തിന്റെ 1/3 ഉമ്മമാരുടെ പേരിൽ വഖഫ് ചെയ്ത കോടിക്കണക്കിന് ദീനാറ് വരുമാനമുള്ള സ്വത്തുക്കൾ കുവൈത്തിലും മറ്റ് സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുന്നത് അത് അപേക്ഷ സ്വീകരിക്കാനും കൊടുക്കാനും വേണ്ടി ഓഫീസുകളെയും ഉദ്യോഗസ്ഥന്മാരെയും നിശ്ചയിച്ചിരിക്കുന്നു. അതിന്റെ കണക്ക് നോക്കാൻ കൊടുക്കാനും വേണ്ടി മാത്രം. അതിന്റെ വിഹിതങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും പലതരത്തിലും. കാരണം അതങ്ങനെ സദക്കയായി നിശ്ചയിച്ചതാണ്. അത് മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഹജ്ജ്, ഉംറ. ബാപ്പക്ക് വേണ്ടി അല്ലെങ്കിൽ ഉമ്മക്ക് വേണ്ടി ഉംറ നിർവഹിക്കുക എന്ന് പറയുന്ന കാര്യം. ഇനി ബാപ്പനെയും ഉമ്മനെയും പറയുമ്പോൾ അല്ലാത്ത ആളുകൾക്ക് ചെയ്യാം, അത് വേറെ വിഷയമാണ്. അതിന് തെളിവ് വേണം. ഇവിടെ തെളിവുള്ള വിഷയമാണ് പറയുന്നത്, മറ്റേ തർക്കമുള്ള വിഷയമാണ്. അബ്ദുല്ലാഹി ഇബ്നു ബുറൈദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നിരിക്കുകയാണ്. ഞങ്ങൾ നബിയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സ്ത്രീ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 2-3 കാര്യങ്ങൾ ചോദിച്ചു. അതിൽ ഒരു കാര്യം, ഇന്നഹാ ലം തഹുജ്ജ ഖത്തു അഫഅഹുജ്ജ അൻഹ, എന്റെ ഉമ്മ തീരെ ഹജ്ജ് ചെയ്തിട്ടില്ല, ചെയ്ത്
ചെയ്ത ആൾക്ക് വേണ്ടി വീണ്ടും ചെയ്യുന്നതല്ല ഇവിടെ ചോദ്യം. എന്റെ ഉമ്മ തീരെ ഹജ്ജ് ചെയ്തിട്ടില്ല, ഉമ്മക്ക് വേണ്ടി ഞാൻ ഹജ്ജ് നിർവഹിക്കട്ടെയോ? നബി പറഞ്ഞു ഹുജ്ജി അൻഹാ, അവൾക്ക് വേണ്ടി നീ ഹജ്ജ് നിർവഹിച്ചോ. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. അതുപോലെ ഹജ്ജത്തുൽ വദാ, നബിയുടെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ്, വിടവാങ്ങൽ ഹജ്ജ്. ആ ഹജ്ജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഒരു ചെറുപ്പക്കാരിയായ ഒരു പെണ്ണ് നബി ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നതിനിടയിൽ പ്രത്യക്ഷപ്പെടുകയും എന്റെ ബാപ്പക്ക് ഹജ്ജ് നിർവഹിക്കാനുള്ള ബാധ്യത എത്തിയിട്ടുണ്ട്, പക്ഷെ ബാപ്പക്ക് വാഹനപ്പുറത്ത്, കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ കയറി ഇരിക്കാൻ കഴിയില്ല, അത്രക്ക് പ്രായമുണ്ട്, അതുകൊണ്ട് ബാപ്പക്ക് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യട്ടെയോ? അപ്പൊ നബി പറഞ്ഞു ഹുജ്ജി അൻ അബീക്കി, നിന്റെ ബാപ്പക്ക് വേണ്ടി നീ ഹജ്ജ് ചെയ്തോ. ഇവിടെ ആദ്യം പറഞ്ഞ ഹദീസിൽ ഉമ്മ ഹജ്ജ് ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്, അവിടെ ബാധ്യത എത്തിയെന്ന് പറയില്ല, ഹജ്ജ് ചെയ്തിട്ടില്ല. അപ്പോ ഹജ്ജ് ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യാൻ ആഗ്രഹമുണ്ടാകാം, ചെയ്തിട്ടില്ലാത്ത ഉമ്മക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം, നിർബന്ധമായ ഹജ്ജ് പകരം ഒരാൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ്. രണ്ട് വിഷയമാണ്. ബാപ്പക്ക് പൈസ ഉണ്ട്, പക്ഷെ ആരോഗ്യമല്ല, അപ്പൊ അതിന് മക്കള് മാത്രമല്ല ആരെയും പറഞ്ഞേക്കാം. ഹജ്ജ് നിർവഹിച്ച ഒരാളെ പകരക്കാരനായി പറഞ്ഞേക്കാം, അയാൾക്ക് ഹജ്ജിന്റെ ചെലവ് കൊടുത്താൽ മതി, അയാൾക്കൊരു ഹജ്ജ് കിട്ടുമല്ലോ, എന്നാ ഞാൻ പോകും, അയാൾ ഹജ്ജ് ചെയ്ത ആളാകണം. അല്ലെങ്കിൽ ഒരാളെ പണം കൊടുത്ത് പറഞ്ഞേക്കാം, അയാളെ ചെലവിനും കാര്യത്തിനൊക്കെ വേറെ പൈസ കൊടുക്കുക, ഹജ്ജ് ചെയ്യാനുള്ള ചെലവ് വേറെയും കൊടുക്കുക, അങ്ങനെയാകാം. ഇനി അല്ലാതെ ഏറ്റെടുക്കുന്നതുണ്ടോ? അവരെയും അയക്കാം, ആരെയും ആകാം, മക്കളാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. അപ്പോ ഈ കാര്യങ്ങളും നിർവഹിക്കാവുന്നതാണ്. ഹജ്ജോ ഉംറയോ മരിച്ചുപോയ മാതാപിതാക്കൾ വസിയത്ത് ചെയ്താണെങ്കിൽ നടപ്പിലാക്കണം, അവർ നേർച്ചയാക്കിയതാണെങ്കിൽ നിർബന്ധമായി നടപ്പിലാക്കണം. ഇവിടെ പറയുന്നത് അതല്ല, നേർച്ചയുമല്ല വസിയത്തുമല്ല, ബാപ്പയുമ്മയും ഹജ്ജോ ഉംറയോ നിർവഹിച്ചിട്ടില്ല, അവർക്ക് വേണ്ടി വേണമെങ്കിൽ മക്കൾക്ക് ചെയ്യാവുന്നതാണ്, അത്രയേ ഉള്ളൂ. എന്നാൽ ഇവിടെ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ജനായിസ്, മയ്യിത്ത് പരിപാലന നിയമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് പറയുന്ന വിഷയത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം പറഞ്ഞു കാണാം. ഈ മരിച്ച ആൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു അപകടമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ സ്വത്തുണ്ടായിരുന്നു, ആരോഗ്യമുണ്ടായിരുന്നു, പക്ഷേ അയാൾക്ക് അങ്ങനെ ഒരു ചിന്ത തന്നെ ഉണ്ടായിട്ടില്ല. പൈസയുണ്ട്, ആരോഗ്യമുണ്ട്, എനിക്കൊരു ഹജ്ജിന് പോകണം, അല്ലെ ഉംറ ചെയ്യണം, അങ്ങനെ ഒരു ചിന്തയില്ലാത്ത ഒരാൾക്ക് വേണ്ടി പിന്നെ എന്തിനാണ് മറ്റുള്ള ആളുകൾ അയാളുടെ പേരിൽ ചെയ്യുന്നത്? അയാൾക്ക് വേണ്ടത് പിന്നെന്തിനാ? ബാപ്പക്കും ഉമ്മക്കും വേണ്ടാത്ത, പൈസല്ലായിട്ടും ആരോഗ്യമില്ലാത്തും വേറെ പോട്ടെ, എന്നാൽ അതൊക്കെ ഉണ്ടാവുകയും സ്വയം ബാധ്യത, കഴിഞ്ഞൊരു ഖുത്ബയുടെ രണ്ടാം ഖുത്ബയിൽ നമ്മളെ പറഞ്ഞിട്ടുണ്ട് ഹജ്ജ് ചെയ്യേണ്ടത് എപ്പോഴാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും ചെയ്യാതെ മരിച്ചുപോയ ബാപ്പക്കും വേണ്ടി പിന്നെ ബലബക അടിച്ചേൽപ്പിക്കേണ്ടതുണ്ടോ? അങ്ങനെ ചെയ്യേണ്ടതില്ല. മാത്രമല്ല അത് ചീത്ത ചിന്തകൾ സമൂഹത്തിലുണ്ടാക്കും. അപ്പൊ ഞാൻ പോയി തിരക്കല്ല, ആക്കെ മക്കളായിക്കോളും, ഞാനിപ്പോ അങ്ങനെ ഇടങ്ങാറായിട്ട് അങ്ങനെ ഹജ്ജിനും പൊക്കും പോകില്ല, ഉദ്ഘാടനം ചെയ്തോട്ടെ എനിക്ക് വേണ്ടിയിട്ട് മലയാളിമാരും വിചാരിക്കും. അപ്പൊ ആ ഒരു ചീത്ത വിചാരം അവിടെ ഉണ്ടാക്കും. പിന്നെ അത് സ്വീകരിക്കപ്പെടുവോ എന്നുള്ളത് വേറെ വിഷയം പരിശോധിക്കേണ്ടതാണ്. കാരണം അവർക്ക് ഇല്ലാത്തത് പിന്നെന്തിനാ നമ്മൾ ചെയ്യുന്നത്? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിർബന്ധവും ചെയ്യാവുന്നതുമായ വിഷയങ്ങളാണ്. ഇനി ഇവിടെ തർക്കമുണ്ടാകുന്ന, അല്ലെങ്കിൽ ഇതിനേക്കാളൊക്കെ ആളുകൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്, അവഗണിക്കുന്ന ഒരു വിഷയമുണ്ട്. അതെന്താ? രണ്ടും കൂടി ഒരുമിച്ച് പറയാൻ നല്ലത്. പ്രാർത്ഥന എന്ന വിഷയമാണ്. പ്രാർത്ഥന, മരിച്ച ആൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളുടെ പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഹദീസാണ്, ഒരാൾ മരിച്ചാൽ അയാളുടെ കർമ്മങ്ങളൊക്കെ അയാളിൽ നിന്ന് മുറിഞ്ഞു പോകുന്നു, 3 കാര്യങ്ങൾ ഒഴികെ. ഏതാ 3 കാര്യം? ഒന്ന്, അയാൾ ചെയ്ത സദഖ, ഒരാൾ ജീവിതകാലത്ത് നൽകിയ ധർമ്മം, അത് വഖഫാകട്ടെ, പിന്നെ നേർച്ചയാകട്ടെ, അല്ലെങ്കിൽ അല്ലാതെ സദഖയായി കൊടുത്തതാകട്ടെ, അത് നിലനിൽക്കുന്നിടത്തോളം കാലം മരിച്ച ആൾക്ക് അതിന്റെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തത്, അയാൾ ഇസ്ലാമിന്റെ ഇൽമ്, ദീൻ പഠിക്കുകയും എന്നിട്ട് ആളുകളെ ദീൻ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലിയും, അത് ലോകാവസാനം വരെ എത്ര ആളുകൾ ആ വയല് കേട്ട്, പ്രസംഗം കേട്ട്, നമ്മൾ കൊടുത്ത കാസറ്റ് കേട്ട്, നമ്മൾ കൊടുത്ത ലഘുലേഖ കേട്ട്, അല്ലെങ്കിൽ നമ്മൾ എഴുതിയ ലേഖനം വായിച്ച് എത്ര ആളുകൾ നന്നാകുന്നുണ്ടോ അവർക്ക് കിട്ടുന്നത് പോലുള്ള കൂലി ആ എഴുതിയ, അത് നൽകിയ, അല്ലെങ്കിൽ പ്രചരിപ്പിച്ച, ആ പ്രസംഗിച്ച, വയലു പറഞ്ഞ ആളുകൾക്ക് ഖിയാമത്ത് നാൾ വരെ കിട്ടിക്കൊണ്ടിരിക്കും. മുറിഞ്ഞു പോകാത്ത ഒരു അക്കൗണ്ടാണത്. ഇതിന്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം, വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, മരിച്ച ബാപ്പക്കും ഉമ്മക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ. അപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, ആ പ്രാർത്ഥന അത് ഒരിക്കലും മുറിഞ്ഞു പോവുകയില്ല, അത് സ്ഥിരമായി ആ പ്രാർത്ഥനയുടെ ഫലം മാതാപിതാക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല, അതിന്റെ ഫലം എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് ചോദിച്ചാൽ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ, അയാളുടെ ദറജ
സൽക്കർമ്മം ചെയ്ത് ജീവിച്ച് മരിച്ചുപോയ ഒരാളുടെ ദറജ അള്ളാഹു സ്വർഗത്തിൽ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദറജ ഏറ്റിക്കൊടുക്കുക. സാധാരണ വയൽ തന്നിട്ട് വയൽ പറയുന്ന ആൾക്കാർ പ്രസംഗിക്കുന്ന അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഏറ്റിക്കൊടുക്കണേ. ആ ദറജ ഏറ്റലാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും മരിച്ചതിന് ശേഷം അങ്ങനെ ദറജ ഏറുക. അങ്ങനെ താൻ പ്രതീക്ഷിച്ചതിനേക്കാളും അർഹിക്കുന്നതിനേക്കാളും ദറജ പദവിയിൽ സ്വർഗത്തിൽ കിട്ടിയ ആള് അള്ളാഹിനോട് അങ്ങോട്ട് ചോദിക്കുകയാണ്, യാ റബ്ബി അന്നാ ലീ ഹാദിഹി, അള്ളാഹുവെ എനിക്ക് എങ്ങനെയാണ് ഇതൊക്കെ കിട്ടിയത്, എനിക്ക് എന്ത് അർഹതയാണെന്നുള്ളത്, ഞാൻ അതിന് മാത്രമൊന്നും കാര്യങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അള്ളാഹു അയാളോട് നൽകുന്ന മറുപടി, ബിസ്തിഗ്ഫാരി വലദിക ലക, നിനക്ക് വേണ്ടി നിന്റെ സന്താനങ്ങൾ എന്റെ വാപ്പക്കുമൊക്കും പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാകുന്നു നിനക്ക് ഈ ദറജ ഏറിയത്. ഞാൻ ഏറ്റി തന്നത് അള്ളാന്റെ മറുപടിയാണ്. അയാൾ അതിനകത്തൊന്നും അമല് ചെയ്തിട്ടില്ല. പക്ഷേ നല്ല നിലക്ക് പോറ്റി വളർത്തിയ മക്കൾ, ആ മക്കൾ മരണശേഷം ബാപ്പക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെ ഖുർആന്റെ പ്രാർത്ഥന, റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ, അള്ളാഹുവെ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ചെറുപ്പത്തിൽ എന്നോട് അവർ കാണിച്ച കരുണ പോലെ, അല്ലെങ്കിൽ അതിനാൽ അവരെന്നോട് കരുണ കാണിച്ചിട്ടുണ്ട്, എന്നെ വളർത്തിയിട്ടുണ്ട്, എന്നെ പരിപാലിച്ചിട്ടുണ്ട്, എനിക്ക് ശിക്ഷണം നൽകിയിട്ടുണ്ട്, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് റബ്ബയാനി, എനിക്ക് ശിക്ഷണം നൽകുക. ആ ശിക്ഷണത്തിൽ ഏറ്റവും വലുതെന്താ? ദീനി വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല മക്കളാക്കി വളർത്തുക. അതിനാൽ എന്റെ വാപ്പക്കുമ്മക്കും നീ റഹ്മത്ത് ചെയ്യണമേ. ഇത് ജീവിച്ചിരിക്കുന്ന വാപ്പക്കുമ്മക്കും വേണ്ടി പ്രാർത്ഥിക്കുക, വല്യാപ്പക്കും വല്യമ്മക്കും വേണ്ടി പ്രാർത്ഥിക്കുക, മരിച്ചാൽ ഏതായാലും പ്രാർത്ഥിക്കുക. രണ്ട് ആയത്തുകളിലെ രണ്ട് കഷ്ണങ്ങളാണ്. ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് പ്രാർത്ഥനയായി ആൾക്കാർ പഠിപ്പിക്കാറുണ്ട്. രണ്ടും രണ്ടായത്താണ്, രണ്ട് കഷ്ണാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആയത്തോതല്ലല്ലോ, ഇത് പ്രാർത്ഥനയാണ്. അപ്പൊ നമസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയം ഏതാ? സുജൂദുള്ള പ്രാർത്ഥനയാണ്. സുജൂദുള്ള ദിക്ർ ചൊല്ലിയിട്ട് ഇത് ചെല്ലാൻ ഒരു 3 സെക്കൻഡ് മതി. അപ്പോ നമസ്കാരത്തിന്റെ സുജൂദുകളിൽ നമ്മുടെ ബാപ്പക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമസ്കാരത്തിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു മനസ്സറിഞ്ഞ് ഉത്തരം കിട്ടുന്ന പ്രത്യേക സമയങ്ങളിലോ അല്ലാത്തപ്പോഴോ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മളെ പോറ്റി വളർത്തിയ മാതാപിതാക്കളുടെ ദറജ, അവർ ചെയ്ത അത്രമാത്രം ഇബാദത്തെടുക്കാൻ അവർക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മെ പോറ്റി വളർത്താൻ വേണ്ടി രാവും പകലും അധ്വാനിച്ച് ഊണും ഉറക്കില്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ചവരാവും. അത്യാവശ്യം അമലുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും, തൗഹീദ് ഉണ്ടാവും. പക്ഷേ ആ ആളുകൾക്ക് ഞങ്ങളെ പോറ്റാൻ വേണ്ടി പണിയെടുത്തിട്ടാണ് ഇത് കുറഞ്ഞുപോയത്. അള്ളാഹു അവർക്ക് നീ ദറജയേറ്റി കൊടുക്കണേ, പുറത്തു കൊടുക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവർ നമുക്ക് ചെയ്യുന്ന സേവനത്തിന് തിരിച്ചു കൊടുക്കലാണ്, മുക്കാഫത്താണ്. അങ്ങനെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഇതിനേക്കാൾ വലിയൊരു ഉപകാരം എന്താ മക്കൾക്ക് ചെയ്യാൻ പറ്റുക? അപ്പോ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട, മാതാപിതാക്കൾക്ക് നൽകാവുന്ന, അതിനേക്കാൾ മൂല്യമുള്ള ഒരു വിഷയവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരം മക്കളായി അങ്ങനെ മാതാപിതാക്കൾക്ക് മരണശേഷവും പുണ്യം ചെയ്ത് അവരുടെ ദറജ ഉയർത്താവുന്ന സാലിഹീങ്ങളായ മക്കളായി വളരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. ഈ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹദീസിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കളുടെ പാപം പുറത്തു കൊടുക്കാൻ വേണ്ടി മക്കൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അല്ലാത്ത പ്രാർത്ഥനയും പറ്റും. അമലുകൾ സ്വീകരിക്കാൻ, പാപങ്ങൾ മാപ്പാക്കി കൊടുക്കാൻ, അതൊക്കെ വർഹംഹുമ എന്ന് പറഞ്ഞാൽ അതൊക്കെ പെടും. അവരോടുള്ള കാരുണ്യം, അമലുകൾ സ്വീകരിക്കുക, തെറ്റുകളുടെ ശിക്ഷ ഇല്ലാതാക്കി കൊടുക്കുക, അതൊക്കെ റഹ്മത്തിന്റെ ഭാഗമാണ്. മൊത്തത്തിൽ അത് ഉൾപ്പെടും. എന്നാൽ അതൊക്കെ അല്ലാതെ തന്നെ വേറെ പ്രാർത്ഥിക്കാം. അപ്പൊ അതിൽ മാതാപിതാക്കൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഖുർആനിൽ കാണാം. എന്നാൽ നിങ്ങൾക്ക് ഇബ്രാഹിമിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞെടുത്ത് ആ വിഷയത്തിൽ മാത്രം നിങ്ങൾക്ക് മാതൃകയില്ല എന്നും, സൂറത്ത് ഇബ്രാഹിമിലെ തൗബയിലെ 114-ാമത്തെ ആയത്തിൽ ബാപ്പ മരിച്ചപ്പോ ഇനി ഏതായാലും ബാപ്പ കാഫറായി മരിച്ചുപോയി, ഇനി ബാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ബാപ്പന്റെ മരണശേഷം ഇബ്രാഹിം നബി ആ പ്രാർത്ഥനയിൽ നിന്ന് ഒഴിവായി എന്നും ഇത് മൂന്നും ഖുർആൻ തന്നെ പഠിപ്പിച്ചതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾക്ക് വേണ്ടി വിലക്ക് വരുന്നത് വരെ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായി സൂറത്ത് നൂഹിലെ 28-ാമത്തെ ആയത്തിലാണ് റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും പുറത്തു കൊടുക്കണമേ എന്ന് നൂഹ് നബി പ്രാർത്ഥിച്ചിരുന്നു. നൂഹ് നബിയുടെ മാതാപിതാക്കൾ മുസ്ലിങ്ങളായിരുന്നു എന്ന് ഇമാം ഖുർത്തുബി, ഇബ്നു കസീർ അതുപോലുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ അവരുടെ തഫ്സീറിൽ ഇബ്നു അബ്ബാസിനെ പോലുള്ള സഹാബികളുടെയും താബികളുടെയും ഒക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതി വെച്ചത് കാണാൻ പറ്റും. അപ്പൊ മുസ്ലിങ്ങളായ തൗഹീദുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി നൂഹ് നബി പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസ് ദർജ എത്തി കൊടുക്കുക എന്നുള്ളത്. അപ്പോ ഈ ഒരു പ്രാർത്ഥന പ്രത്യേകമായി മാതാപിതാക്കളുടെ പാപം പുറത്തു കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇനി ഇത് നമ്മൾ ഗൗരവം
ആക്കാതെ ഒഴിവാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത്ര തന്നെ പ്രാധാന്യമില്ലാത്ത ഒരു വിഷയം നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുകയും അതിന് മുൻതൂക്കം കൊടുക്കുകയും, അതായത് പ്രവാചകൻ മുൻതൂക്കം കൊടുത്തതിന് കൊടുക്കാതിരിക്കുകയും കൊടുക്കാത്ത കാര്യത്തെ ഗൗരവത്തിലെടുക്കുകയും ചെയ്യും. അതെന്താ വിഷയം? പ്രാർത്ഥിക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നാൽ നമ്മൾ ചെയ്യുന്നതോ മാതാപിതാക്കൾക്ക് വേണ്ടി അമല് ചെയ്യുക എന്നതാണ്. ബാപ്പക്ക് വേണ്ടി ഹജ്ജ്, ബാപ്പക്ക് വേണ്ടി ഉംറ, ഉമ്മക്ക് വേണ്ടി ഉംറ, അവർക്ക് വേണ്ടി സദഖ എന്നത്. എന്നാൽ ഇതിൽ രണ്ടും ഒരുപോലെയാണോ? പ്രാർത്ഥനയാണോ ശ്രേഷ്ഠം? അവർക്ക് വേണ്ടി പ്രവർത്തിക്കലാണോ ശ്രേഷ്ഠം? ഇനി മക്കൾ തന്നാൽ അതും പറയാം. മക്കൾ തന്നാരാ? സ്വന്തം ആൺമക്കളും പെൺമക്കളും, ആൺമക്കളുടെയും പെൺമക്കളുടെയും പേരക്കുട്ടികളായ ആൺമക്കളും പെൺമക്കളും, അങ്ങനെ താഴോട്ട് എത്ര ഉണ്ടോ അതൊക്കെ ഇതിൽ പെടും. അപ്പൊ നമ്മുടെ അതുപോലെ തന്നെ ബാപ്പ എന്നാൽ വാലിദ് എന്നാൽ ബാപ്പ, വല്യാപ്പ, വല്യമ്മ, അതിന്റെ വാപ്പ മേലോട്ടും പോവും. അപ്പൊ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ഏതൊക്കെ തലമുറയിലുള്ള മക്കളും പേരക്കുട്ടികളുണ്ടോ അവർക്കൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ അവരൊക്കെ ഈ പറയുന്ന മക്കൾ എന്നതിലും മാതാപിതാക്കൾ എന്നതിലും പെടുന്നു. അപ്പൊ സ്വന്തം വാപ്പക്കല്ല, വല്യാപ്പ വല്യമ്മ, വാപ്പയേക്കാൾ സ്നേഹമുള്ള വല്യാപ്പ ഉണ്ടാവും, വല്യമ്മ ഉണ്ടാവും, ഉമ്മന്റെ വാപ്പ ഉണ്ടാവും, ഉമ്മന്റെ വാപ്പ ഉണ്ടാവും. ഇതൊക്കെ ആബാ, വാലിദ്, പിതാക്കന്മാർ എന്ന് പറയുന്നതിൽപ്പെട്ടതാണ്. മക്കൾ എന്ന് പറയുന്നത് താഴോട്ടും പോകുന്നു. അപ്പൊ ഈ ആളുകൾക്കൊക്കെ അവരുടെ മരിച്ചുപോയ പിതാക്കന്മാരും പിതാമഹതികളുമായ ആളുകൾക്ക് വേണ്ടി അതൊക്കെ ഈ പറയുന്ന സന്താനങ്ങൾ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നു. ഇനി അമലാണോ പ്രാർത്ഥനയാണോ ഏറ്റവും ഇഷ്ടം? നമ്മളൊക്കെ മനസ്സിലാക്കി എന്താ? അമലാണ് ഏറ്റവും ശ്രേഷ്ഠം. ബാപ്പക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ഈ 3, 15, 40, 90 ആണ്ടും ഒക്കെ ഉണ്ടായത്. അത് മരിച്ചു കാലം കഴിയുന്നത് വരെ, മക്കളെ തലമുറ തീരുന്നത് വരെ നടത്തിക്കൊണ്ടിരിക്കും. എന്നാൽ അമലാണ് ഏറ്റവും വലുത് എന്നതാണ്. എന്നാൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ, എല്ലാം കൂടി ഇവിടെ പറയാൻ സമയമല്ല, അദ്ദേഹത്തിന്റെ റിയാദുസ് സാലിഹിന്റെ ശർഹുണ്ട്. റിയാദുസ് സാലിഹ് എന്ന് പറഞ്ഞാൽ ഇമാം നവവി ക്രോഡീകരിച്ച ഹദീസ് പുസ്തകമാണ്. എല്ലാവർക്കും അറിയാം, കേൾക്കാത്താരുണ്ടല്ലോ. എല്ലാ ദർസിലും പഠിപ്പിക്കുന്നതാണ്, എല്ലാ വിദ്യാർത്ഥികളും പഠിക്കുന്നതാണ്. നമ്മളൊക്കെ വീട്ടിലതിന്റെ പരിഭാഷയൊക്കെ ഉണ്ടാവും. ഇതിന് ആയിരക്കണക്കിന് പേജുള്ള 2 വാള്യങ്ങളിലായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ ഷർഹ് വിശദീകരണം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം നീ നോക്ക്. എന്താ ഹദീസിലുള്ളത്? പ്രാർത്ഥിക്കുന്ന സന്താനം എന്നാണ് നബി പറഞ്ഞത്. ബാപ്പക്കും ഉമ്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മകൻ എന്ന് നബി പറഞ്ഞില്ല. ബാപ്പക്ക് വേണ്ടി ഖുർആൻ ഓതുന്നവൻ, ബാപ്പക്കും ഉമ്മക്ക് വേണ്ടി സദഖ ചെയ്യുന്നവൻ, നോമ്പ് നോൽക്കുന്നവൻ എന്ന് നബി പറഞ്ഞില്ല. ഇതൊക്കെ അമലുസ്സാലിഹാത്താണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ബാപ്പക്കുമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനെന്നാണ്. അപ്പൊ ആ പ്രയോഗം നമ്മൾ ഗൗരവത്തിലെടുക്കണം. ബാപ്പക്കും വല്യാപ്പക്കും ഒക്കെ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം. അപ്പൊ എന്താ? ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക, സദഖ കൊടുക്കുക, നേർച്ചയാക്കുക, ഇതിനേക്കാളൊക്കെ ചോറ് കൊടുക്കുക, കുപ്പായം വാങ്ങി കൊടുക്കുക, വീടുണ്ടാക്കി കൊടുക്കുക, ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠം എന്താ? പ്രാർത്ഥിക്കലാണ്. കാരണം എല്ലാവർക്കും ഈ പണി ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അവനാന്റെ അമൽ തന്നെ പൂർത്തിയാണല്ലോ. പിന്നെ അങ്ങനെ മറ്റൊരു കൊണ്ട് ചെയ്യല്? ഹജ്ജോ ഉംറയോ സദഖയോ ചെയ്യണമെങ്കിൽ പൈസ വേണം. അപ്പൊ ഇതില്ലാത്തവൻ എന്താ ചെയ്യുക? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അമൽ പ്രാർത്ഥിക്കുകയാണ്. അതിനൊരു മുടക്കുമില്ല, നമ്മൾ മനസ്സ് വിചാരിച്ചാൽ മതി. അപ്പൊ ആർക്കും ഇത് നടപ്പിലാക്കാൻ, എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് വാപ്പക്കണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കേണ്ടതില്ല. അപ്പോ ഈ തരത്തിലുള്ള ഏത് പ്രവർത്തനവും ചെയ്യുന്നതിനേക്കാൾ നല്ലത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിനെ പഠിപ്പിച്ചത് പ്രാർത്ഥിക്കുക എന്നതാണ്. നബിക്ക് ഈ അമൽ അറിയാത്തത് കൊണ്ടല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ല, എല്ലാ നബിമാരും ഏറ്റവും ശ്രേഷ്ഠമായതിലേക്കാണ് വഴി കാണിക്കുക. പ്രവർത്തനങ്ങളെക്കാൾ ശ്രേഷ്ഠം പ്രാർത്ഥനയാണ് എന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് ഈ ഒരു കാര്യം പറഞ്ഞത്. ഇനി പ്രാർത്ഥനയേക്കാൾ നല്ലത് അമലാണ് എന്ന് നബി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നീ സദഖ ചെയ്യലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യലോ ആണ് നല്ലത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറയുമായിരുന്നു. എന്നിട്ട് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ പറയാൻ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ പറഞ്ഞ 3 കാര്യങ്ങളിൽ ഇത് 3ാമത്തെ കാര്യമാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം. അതിന്റെ മുമ്പ് പറഞ്ഞ 2 കാര്യോ 2 അമലാൻ. ഇത് സദഖ ചെയ്യുക, സ്വന്തം സദഖ ചെയ്യുക, അത് മരിച്ചാലും അതിന്റെ കൂലിയാക്ക് കിട്ടും. പിന്നെ ഒന്ന് സദഖ, രണ്ടാമത്തേത് ദീൻ പഠിക്കുക, പഠിപ്പിക്കുക. അത് വാക്കാണോ പ്രവർത്തിയാണോ? പ്രവർത്തിയാണ്. പ്രസംഗിക്കുക, അത് സംസാരമാണെങ്കിലും പ്രവർത്തിയാണ്. അപ്പൊ 2 അമലുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അതിൽ നിന്ന് മാറി വാക്കിനെ കുറിച്ച് പ്രാർത്ഥനയിലേക്ക് നബി മാറിയത് സദഖ, വഖഫ്, നേർച്ച എന്ന അമലിനെ കുറിച്ച് നബി അറിയാത്തത് കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ നബി ആ വകുപ്പിൽ നിന്ന്, കർമ്മം എന്ന വകുപ്പിൽ നിന്ന് പ്രാർത്ഥന എന്ന വകുപ്പിലേക്ക് മാറിയത് നബി അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഉറപ്പായും സംശയരഹിതമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പ്രവർത്തനത്തെക്കാൾ ശ്രേഷ്ഠം പ്രാർത്ഥനയാകുന്നു. എന്നോടാരെങ്കിലും ഞാൻ എന്റെ വാപ്പക്ക് വേണ്ടി ഹജ്ജ് ചെയ്യട്ടെ
പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചാൽ നമുക്കുള്ള മറുപടി, നിന്റെ ബാപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ് നിനക്ക് ധർമ്മം കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം. അങ്ങനെയാണ് നബി പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നബിന്റെ കൽപ്പനയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അത്ഭുതകരമായ ഒരു കാര്യമുണ്ട്. സാധാരണക്കാരായ ആളുകൾ ബാപ്പക്ക് വേണ്ടി സദക്ക, നോമ്പ്, പിതാവിന് വേണ്ടി ഉമ്മക്ക് വേണ്ടി, അല്ലെങ്കിൽ ചില ആൾക്കാർ ഞാൻ ഖുർആൻ എത്ര ഓതുന്നു ഇതിന് ബാപ്പക്ക് കൂലി കിട്ടാൻ, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ചെയ്യുന്നു. അവർ പ്രാർത്ഥനയെ അവഗണിക്കുന്നു. ഇതിന്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ജഹ്ലു, വിവരക്കേടാണ്, വിവരമില്ലാത്തവനാണ് പ്രാർത്ഥനയ്ക്ക് പ്രാമുഖ്യം കൊടുക്കാതെ പ്രവർത്തനത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഹദീസിൽ ഒരു അക്ഷരം കൊണ്ടുപോലും മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു അമല് ചെയ്യാൻ ഒരു പ്രേരണയും ഒരു കൽപ്പനയും നൽകിയിട്ടില്ല. മനസ്സിലാക്കണം. വാപ്പക്കുമ്മക്ക് വേണ്ടി, മരിച്ച വാപ്പക്കും വേണ്ടി അമല് ചെയ്യാൻ ഒരു സംസാരത്തിലെ ഒരക്ഷരം കൊണ്ടുപോലും ലം യുർഷിദ്, നബി വഴി കാണിച്ചിട്ടില്ല. എന്നിട്ട് ഇമാം മാലിക്കിന്റെ വാചകം ഉദ്ധരിക്കുന്നുണ്ട് ഇതേ ആശയം വെച്ചിട്ട്. ഇമാം മാലിക്കിനെ പറഞ്ഞതായി അദ്ദേഹം പറയുന്നത്, നബി ഉമ്മത്തിനെ അങ്ങനെ പ്രേരിപ്പിച്ചിട്ടില്ല. എന്തിന്? പ്രവർത്തിക്കാൻ. പിന്നെന്തിനാണ് നബി പ്രേരിപ്പിച്ചത്? പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയാണ് പ്രവർത്തനത്തെക്കാൾ ശ്രേഷ്ഠം. എന്നിട്ട് അപ്പൊ പിന്നെ ചോദ്യം ഉണ്ടാവും, സദക്കന്റെ ഹദീസ് നേരത്തെ വന്നില്ലേ, ഹജ്ജിന്റെ ഹദീസ് വന്നില്ലേ, അപ്പൊ അതിനെന്താ മറുപടി? അത് ജായിസുൻ, വേണമെങ്കിൽ ചെയ്യാ, അത്രേ ഉള്ളൂ. ഈ ഒരൊറ്റ ഹദീസിലും ബാപ്പക്ക് വേണ്ടി സദക്ക ചെയ്തോ ഉമ്മക്ക് വേണ്ടി സദക്ക ചെയ്തോ ധർമ്മം കൊടുത്തോ എന്ന് പറഞ്ഞിട്ടില്ല. ചോദിച്ചപ്പോൾ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചെയ്തോളൂ എന്നാ മറുപടി. അതെന്താ? ജായിസ്, അനുവദനീയമായ കാര്യം മാത്രമാണ്. മറ്റത് നബി പ്രോത്സാഹിപ്പിച്ച, നിർദ്ദേശിച്ച കാര്യമാകുന്നു. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഹജ്ജിന് പോയിട്ട് ഉംറക്ക് പോയിട്ട് ഒരു പോക്കിന് 5, 8, 10 ദിവസവും ഉംറ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്, ഇല്ലേ? ഹജ്ജ് ചെയ്ത വാപ്പക്ക് വേണ്ടി പിന്നെ ഹജ്ജിനോട് മക്കളുണ്ട്. ഈ ആളുകളോട് ശൈഖ് ഉസൈമീൻ പറഞ്ഞ മറുപടി ഉണ്ട്. ഈ തൻഈമിലും ആയിഷപ്പള്ളിയിൽക്കും ജീറാനയിൽക്കും തായിഫിൽക്കും ഒക്കെ പോയിട്ട് ഈറാൻ കെട്ടി വരുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അവിടെ നിന്നിട്ട് തവാഫ് ചെയ്യലാണ്. എങ്ങോട്ടും പോണ്ട. കാരണം ഒറ്റ ഉംറയുള്ളൂ ഒരു പോക്കിൽ. 2 ഉംറല്ല, രണ്ടാമത്തെ ഉംറ ബിദ്അത്താകുന്ന ഒരു തെളിവും ദുനിയാവ് തപ്പിയാ കിട്ടൂല. അത് പറ്റുന്ന് പറഞ്ഞ ഇബ്നു അബ്ബാസിനെ പോലത്തെ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അതിന് തെളിവില്ല, പ്രമാണമല്ല. പറഞ്ഞ പ്രമാണം അതിന് യോജിച്ചതുമല്ല. ഒരു യാത്രയിൽ ഒരു ഉംറ. അപ്പൊ പിന്നെ വാപ്പക്ക് വേണ്ടി ചെയ്യണം. അതിനെ ഉസൈമീൻ പറയണത്, വാപ്പക്ക് ഉണ്ടെങ്കിൽ തവാഫ് എടുത്തിക്കോ, അതിന്റെ കൂലി വാപ്പക്കുമ്മക്കും കിട്ടും. പിന്നെ നബി പഠിപ്പിക്കാത്ത ഉംറ ചെയ്യാൻ പോണോ? അതാണ്. അപ്പൊ ഈ കാര്യം നമ്മൾ ഉൾക്കൊള്ളുക. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പണി, എപ്പോഴും ചെയ്യാവുന്ന കാര്യം, വാപ്പക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഈ വാചകം അവസാനിപ്പിക്കേണ്ട ശൈഖ് ഉസൈമീൻ, നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വാചകം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അപ്പൊ സഹോദരന്മാരെ, ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അവരോട് ധിക്കാരം കാണിക്കരുത്, വേറെ വിഷയമാണ്. അപ്പോ ഈ 4 ആഴ്ചകളിൽ നമ്മൾ മനസ്സിലാക്കിയ നമ്മൾ ഗൗരവത്തിലെടുക്കുകയും, ഈ ബാപ്പയും ഉമ്മയും ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹു നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കാൻ അള്ളാഹു ഏർപ്പെടുത്തിയ സംവിധാനമാണ് ആര്? ബാപ്പയും ഉമ്മയും. അവരുടെ ചെലവിലും അവരുടെ പ്രവർത്തനത്തിലും അവരുടെ അധ്വാനത്തിലുമാണ് നമ്മൾ ഇവിടെ വളർന്നു വന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് നമ്മൾക്ക് തിരിച്ചു കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അതിലേറ്റവും മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥനയാണ്. നമ്മൾ ആലോചിക്കുക, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? മനസ്സ് തട്ടി പ്രാർത്ഥിക്കാനുണ്ടോ? ഒരു സുജൂദിൽ ഒരു ദിക്ർ ചെല്ലലേ നിർബന്ധമുള്ളൂ. സുബ്ഹാന റബ്ബിയൽ അഅല. ബാധ്യത തീർന്നു. 3 വട്ടം ചെല്ലണമെന്ന് സ്വഹീഹായ ഒരു ഹദീസിലുമില്ല. ഏറ്റവും ചുരുങ്ങിയത് 3 ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അതിനും തെളിവില്ല. അപ്പൊ ഒറ്റവട്ടം സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറഞ്ഞാൽ ഒരു റബ്ബിഗ്ഫിർലി വലിവാലിദിയ്യ അതും പറയാം. ഈ സമയം നമുക്ക് കിട്ടുമല്ലോ. ഒരു സുജൂദിലെങ്കിലും ബാപ്പക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൂടെ? ഇനിയല്ല, സുന്നത്ത് നിസ്കാരത്തിൽ നമുക്ക് ഇഷ്ടം പോലെ പ്രാർത്ഥിക്കാം. അപ്പോ നമ്മളത് ഗൗരവത്തിലെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണശേഷവും നാളെ പരലോകത്തും നമ്മെ വളർത്തിയ മാതാപിതാക്കളോടൊപ്പം സ്വർഗത്തിൽ അള്ളാഹു കൂട്ടിച്ചേർക്കും എന്ന് പറഞ്ഞ ആ കൂട്ടിച്ചേർക്കലിൽ അവരും നമ്മളും ഒരുമിച്ച് കുടുംബമായി, തറവാട്ടുകാരായി, ബാപ്പയും മക്കളൊക്കെ കൂടിയിട്ട് സ്വർഗത്തിൽ കുടുംബമായി ജീവിക്കുന്ന ആളുകളിൽ നമ്മുടെയൊക്കെ മാതാപിതാക്കളെയും നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയും അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും അവർ നമുക്ക് വേണ്ടി അനുഭവിച്ച പ്രയാസങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുകയും അവർ ചെയ്തുപോയ വീഴ്ചകൾ അള്ളാഹു മാപ്പാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ നാളെ സ്വർഗത്തിൽ